ഹായ് പറ. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോയുമായിട്ട് ഞാൻ കൂടെ എന്റെ ഭർത്താവ്. സത്യമായിട്ട് എന്റെ ഭർത്താവ്. ഇങ്ങോട്ട് നിന്നെ കാണുന്നില്ല, ക്യാമറയിൽ ഫോക്കസ് ആവുന്നില്ല. ഇന്നെന്താണെന്നറിയോ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരോട് ഒരു ഗെയിം കളിക്കാൻ പോവാ. ഹൂ നോസ് ബെറ്റർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്നെ പറ്റിയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ജേർണിയെ പറ്റി, രണ്ടുപേരുടെ മൂന്ന് വർഷമായ ഞങ്ങളുടെ ലൈഫിൽ കടന്നുപോയ ദിവസങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതില് എത്ര എണ്ണത്തിന്, വലിയ ഒത്തിരി ക്വസ്റ്റ്യൻ ഒന്നുമില്ല, 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിൽ എത്ര എണ്ണത്തിന്, നീ എന്ത് ഇപ്പോഴും ഷോക്ക് അടിച്ചിരിക്കുന്നേ, എത്ര എണ്ണത്തിന് അജ്മലിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ചോദിക്കട്ടെ, നിന്റെ കയ്യിലുണ്ടോ ക്വസ്റ്റ്യൻ? അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവള് എന്നോട് ഈ വീഡിയോ തുടങ്ങുമ്പോഴേ പറഞ്ഞു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ എഴുതി വെക്കാന്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലായത്, നമ്മുടെയൊക്കെ സ്നേഹം മനസ്സിലാണ് അല്ലെ. ചിലർ നോട്ട് ബുക്കിൽ വെക്കുന്നതല്ല സ്നേഹം എന്ന് മനസ്സിലാക്കണം. ഇവരുടെയൊക്കെ വിചാരമുണ്ട് എന്തുവാ ഈ സ്നേഹം. ഇവിടെ അതൊന്നുമല്ല പ്രസക്തി. ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കും, 10 ക്വസ്റ്റ്യന് ഉത്തരം വന്നില്ലെങ്കിൽ പണിഷ്മെന്റ് ആയിട്ട് ഓരോ തെറ്റിക്കുന്ന ക്വസ്റ്റ്യനും ഓരോ ഇടിയായിരിക്കുവേ. പക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഹൃദയത്തിന്റെ അകത്ത് ചോദ്യങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ, ഉണ്ടല്ലോ. നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും. എനിക്ക് ഇടിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇടിക്കാം. കുത്താനോ? ഇല്ല, എനിക്ക് അജ്മലിനെ ഇനി ഇടിക്കും. അജ്മൽ എന്നെ വേണം ഇങ്ങനെ അടിക്കാം, ഇടിക്കാം. നോടോ എന്നാ ഇടി ക്യാൻസൽ ഗൈസ്. എനിക്ക് വൈകിടുകൊള്ളാൻ കുത്തരുത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യന്, നമ്മുടെ ഫസ്റ്റ് കിസ് എന്നായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് കിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനുമായിട്ടുള്ളതാണ്. നിന്റെ ഫസ്റ്റ് കിസ് അല്ലേ ചോദിച്ചാൽ, നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് കിസ്. പറഞ്ഞ വെഡിങ് നമ്മുടെ കഴിഞ്ഞു. വെഡിങ് കഴിഞ്ഞോ? വെഡിങ് നമ്മള് മനസ്സിൽ 10,000 മലയുടെ മണ്ടയ്ക്ക് വെച്ചാണ് ഫസ്റ്റ് കിസ്. മലയുടെ മണ്ടയ്ക്ക് വെച്ചാണ്. ആ മലയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് നമ്മള് കറങ്ങാൻ. ആ മലയുടെ മണ്ടയ്ക്ക് പക്ഷെ ഞാനായിരിക്കത്തില്ല കേട്ടോ. ആര് പറഞ്ഞു? ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. മലയുടെ മണ്ടയ്ക്ക് വെച്ച്. റോങ് ആൻസർ. ഫസ്റ്റ് കിസ് എന്നാന്ന് പോലും അറിയാത്ത, മനസ്സിൽ 10,000 കണക്കിന് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ഭർത്താവ്. മലയുടെ മണ്ടയ്ക്ക് ഫസ്റ്റ് കിസ് മലയാളം മണ്ടയ്ക്ക്. അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ഇല്ലില്ല, നിങ്ങളെ നമ്മള് രണ്ടുപേരും അത് വീട്ടുകാരറിയാതെ പറഞ്ഞ് കറങ്ങാൻ പോയപ്പോ അല്ല, തെറ്റാണോ? അല്ല, ആകെ സമ്മതിക്കത്തില്ല. പിന്നെ ഫസ്റ്റ് ഞാൻ വന്ന് ഫോട്ടോ എടുത്തു ബൈക്കുമായിട്ട്. ഒരുപാട് ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഉത്തരം പറയുന്നത് ശരിയല്ല. ഫസ്റ്റ് കിസ് എന്നാ ഫസ്റ്റ് കിസ് ഞാനിത് പേഴ്സണലി എടുക്കത്തില്ല കേട്ടോ. കാരണം ഞാൻ എഴുതിയിരിക്കുന്ന മുഴുവൻ പേഴ്സണലി എടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ. അത് ഞാൻ പേഴ്സണലി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എടുക്കൂല. ഫസ്റ്റ് കിസ് ഞാൻ 100% 2 ചോയ്സ് ഉണ്ട്. 2 ചോയ്സ് ഓപ്ഷൻ ഉണ്ട്. അതിൽ 1 മലയുടെ മണ്ടയ്ക്ക്, അതിൽ ഞാൻ ഉറച്ചിരിക്കും. 2 ഒരു പെരുന്നാളിന് ഇവരുടെ വീട്ടിൽ വന്നപ്പോ. 2 റോങ് ആൻസർ ആണ്. ഇടിക്കട്ടെ. മേടിച്ചു എൻഗേജ്മെന്റിനന്നാണ് നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മള് മലയിൽ പോയത്. അതെനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫസ്റ്റ് കിസ് ആരും നേരായ വഴി കൂടെ ചിന്തിക്കത്തില്ല. ഇയാള് പിന്നെ ഓടി നടന്ന് കിസ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് ഞാൻ എന്നാണ് നാട്ടിൽ നിന്ന് നിന്നെ വിട്ട് ഇങ്ങോട്ട് വന്നത്? ഇതിപ്പോ ഞാൻ മാത്രം ചോദിച്ചാൽ മതി, 20 മിനിറ്റ് മേളിൽ പോക്കോളും. കാരണം ഇവനൊന്നും അറിയത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പറയണോ? എയർപോർട്ടിൽ നമ്മള് പോയി. എന്തായാലും ഫ്ലൈറ്റ് കയറാതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ. എയർപോർട്ടിൽ പോയാൽ പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ലല്ലോ, ബസ് സ്റ്റോപ്പിലും പോകാൻ പറ്റില്ല. എയർപോർട്ടിൽ പോയി, ശരിയാ.
ഏത് മാസമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഡേറ്റ് പറയണ്ട. മെയ്, ജൂൺ. അല്ല, ഞാൻ ഡേറ്റ് പറഞ്ഞില്ല, ഞാൻ മെയ്യിലല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് ഡേറ്റ് വേണ്ട, മന്ത് മതി. ആഗസ്റ്റ്. ആഗസ്റ്റിലായിരുന്നു. നീ ഇപ്പം ഇപ്പൊ ഒരു വർഷം ഇപ്പൊ കഴിഞ്ഞ നീ ഡിസംബറിലല്ലേ നാട്ടിൽ പോയ? ഒക്ടോബറിൽ. സെപ്റ്റംബർ. ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ സെപ്റ്റംബറിൽ എങ്ങോട്ട് വന്നേ, അതാണ് ഓർത്ത് വെച്ചില്ല. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ, ഞാൻ കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയാം. എന്റെ ഫേവറേറ്റ് സിനിമ നടൻ. നിന്റെ ഫേവറേറ്റ് സിനിമ നടൻ? നിനക്ക് നീ പുള്ളിനെ പലതവണ കണ്ടിട്ടുണ്ട്, നീ പുള്ളിയുടെ അടുത്ത് പറഞ്ഞതുവാ. ഞാൻ ഇത്ര ക്ലൂ തരേണ്ട കാര്യമൊന്നും. അമരത്തിനകത്ത് സായി പല്ലവിയായിട്ട് ഉണ്ട്. അവന് ഞാനിവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തേ. പേര് എന്തുവായിരുന്നു? തമിഴ്നാടനാ. തമിഴ്നാടനാ. പേരറിയാവോ? പേര് ഓക്കെ, നമുക്ക് എന്തായിരുന്നു? ചെറിയ ഐഡി കൊടുത്തോ? ചെറിയ ഐഡി വേണ്ട, അവന്റെ ഒരു ക്ലൂ. പേരിന്റെ ശിവകാർത്തികൻ. എനിക്ക് ഞാൻ എന്റെ ഫേവറേറ്റ് ആക്ടർ ശിവകാർത്തികനാണ്. എന്റെ ഫേവറേറ്റ് ഫുഡ് നൂഡിൽസ്. ഓക്കെ. പെണ്ണ് കാണൽ നടന്ന മാസം. അല്ല, പെണ്ണ് കാണലും എൻഗേജ്മെന്റും രണ്ട്. പെണ്ണ് കാണാം, അതായത് വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ചില്ലേ, ലഡു ഒക്കെ തന്നില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെട്ടില്ലേ, എനിക്ക് തിന്നാൻ. നമ്മുടെ ഒക്ടോബറിലായിരുന്നല്ലോ നമ്മുടെ. അതൊന്നും ഒക്ടോബറിലായിരുന്നു ആയിരിക്കും. എന്നായിരുന്നു പെണ്ണ് കാണാൻ വന്നത്? മാസം പറഞ്ഞാൽ മതി, ഡേറ്റ് പറയണ്ട. എനിക്ക് ഒക്ടോബർ ഇപ്പം പറഞ്ഞ കറക്റ്റ് മാസം ഞാൻ പറഞ്ഞ ഒക്ടോബറിൽ 6 മാസം പുറകോട്ട് ചിന്തിച്ചാൽ. ഒക്ടോബറിൽ 6 മാസമോ? എൻഗേജ്മെന്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞായിരുന്നു കല്യാണം. ഓക്കെ, പെണ്ണ് കാണൽ കഴിഞ്ഞ ഉടനെയായിരുന്നു എൻഗേജ്മെന്റ്. ഇത്രയും ക്ലൂ ഞാൻ തന്നെ. ഈ കണക്കാണ് ഇയാളെ ഡിവോഴ്സ് ചെയ്യണമല്ലോ. ആഗസ്റ്റ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഞാൻ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് മറന്നു പോകാതിരിക്കാൻ. കല്യാണം കഴിഞ്ഞ് കണ്ട ഫസ്റ്റ് മൂവി. കല്യാണം കണ്ടല്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ കണ്ട ഫസ്റ്റ് മൂവി. നിങ്ങളുടെ നിങ്ങളവിടുത്തെ വലിയൊരു തിയേറ്റർ. ക്ലൂ ഇല്ല. ക്ലൂ കൊടുക്കാം അല്ലേ? നിവിൻ പോളിയാണ് ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സോറി, നിവിൻ പോളി അല്ല, ടോവിനോ തോമസ്. ടോവിനോട് ആ സിനിമയാണ്. മിന്നൽ മുരളിയോ? മോഹൻലാൽ ഇല്ല, മറ്റേ പടമല്ല. അതല്ല. ഉത്തരം അറിയത്തില്ലേ? ക്ലൂ അതല്ലേ ഏറ്റവും വലിയ ക്ലൂ. ടോവിനോ അഭിനയിച്ച ആ പടത്തിൽ ടോവിനോ മരിച്ചു പോവുക. മറ്റല്ല, ഇത് 2022 2019 ഇല്ല, 2018. ഇയാൾക്കറിയാം. ആദ്യമായിട്ട് ഒരുമിച്ച് പുറത്തു പോയി ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിക്കുമോ? ആദ്യമായിട്ട് നമ്മൾ എവിടെ പുറത്തു പോയി ഫുഡ് കഴിച്ചാൽ നമ്മൾ എന്നോട് ആദ്യമായിട്ട്. ഇയാള് PSC പരീക്ഷയ്ക്ക് പോലെ ആദ്യമായിട്ട് പുറത്തു പോയി ഫുഡ് കഴിച്ചത് പെണ്ണ് കാണാമെന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് എത്ര ദിവസം ആലോചിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എപ്പ കണ്ടു എന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എപ്പ കണ്ടു എന്ന് ആലോചിക്കുക. നമ്മള് പുറത്തു പോയി ഫുഡ് കഴിച്ചാൽ കറങ്ങാൻ പോയപ്പോഴല്ലേ? അതെവിടെ? മുണ്ടക്കയത്ത് ഒരു ഹോട്ടലിൽ. ശരിയാണ്. മറ്റേ പരുന്തുംപാറ മേളില്
പൊറോട്ട ഫുഡ് വരെ ഓർമ്മയുണ്ട് കേട്ടോ. ഞാൻ സത്യമായിട്ട് ആദ്യമായിട്ട് കഴിച്ച ഫുഡ് ഏതാന്ന് വെച്ചാൽ അത് പൊറോട്ട ഓർമ്മയില്ല. പൊറോട്ടയും മുട്ടക്കറിയും. എന്റെ ഫേവറേറ്റ് ആൾക്കാര് അത് ഈ ഫസ്റ്റ് നമ്മൾ പോയി കഴിച്ചെന്ന് പറഞ്ഞില്ലേ, അതൊരു കഥയാ. ആ കഥയൊക്കെ അത് പിന്നെ പറയാം. അത് ഇപ്പൊ പറഞ്ഞാ ശരിയാകത്തില്ല. എന്റെ ഫേവറേറ്റ് പീപ്പിൾസ്, ഇവരുടെ ഫേവറേറ്റ് പീപ്പിൾ, ഇവിടെ ഫേവറേറ്റ് പീപ്പിൾ ഷാഹിനായും ഇവരുടെ ഉമ്മായും പിന്നെ നെച്ചു ഇപ്പൊ ഐഷു. ശരിയോ? നീ എനിക്ക് തന്ന ഫസ്റ്റ് ഗിഫ്റ്റ്, വിഷ് ഗിഫ്റ്റ്, ഫസ്റ്റ് ആയിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റ് ഇതെന്താണ്? ഈർക്കിലിയൊക്കെ എടുത്ത് പല്ല് കുത്ത്. ഇത് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോയാ. എവിടെ ഇട്ടാലും നമ്മളായിരിക്കണം. പിന്നെ ഫസ്റ്റ് ഫോൺ, മൊബൈൽ ഫോൺ. ഫോണോ? ആർ യു ഷുവർ? ഞാൻ അവിടെ കൊണ്ടുവന്ന് ഫോൺ തന്നത്. ഫോണിന് മുന്നേ ഒന്നും തന്നിട്ടില്ലേ? ഫസ്റ്റ് ഗിഫ്റ്റാ ചോദിച്ചത്. ഗിഫ്റ്റുകൾ എനിക്ക് വാച്ച് ഇതുവരെ തന്നിട്ടില്ല. ഫസ്റ്റ് ഗിഫ്റ്റ് അറിയത്തില്ലെന്ന് പറഞ്ഞു. വാച്ച്, മോതിരമല്ല, വാച്ചല്ല, മോതിരം, ഇയർപോഡ്. ഓർമ്മയില്ല സത്യം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത്. അതെന്ത് പറച്ചിലാടോ? സത്യം പറയുമ്പോ അതൊരു മാതിരി പറച്ചിലായി പോയില്ലേ? ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാ അല്ല ചോദിച്ചത്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് നിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത്. ഇതിപ്പോ ഈ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിയുമ്പോ ഇവന്റെ വീട്ടുകാർ എന്ത് എന്നെ കൊണ്ട് വിചാരിക്കും? ഞാനൊരു താടകയായ പെങ്കൊച്ചാണ്, അങ്ങനത്തെ ഒരു മരുമകളാണ്, താടകയായ ഒരു നാത്തൂനാണെന്നൊക്കെ വിചാരിക്കത്തുള്ളൂ. ഞാൻ ഈ പോർഷൻ എഡിറ്റ് ചെയ്യത്തുമില്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്നാ ചോദിച്ചത്. ഇയാള് പറയുക ഇയാളെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത്. ഇയാളെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം സത്യം. ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിവിടെ. ഇറിറ്റേഷൻ. ഒരു കാര്യം പലതവണ പറയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. ഇവൻ അതിന്റെ ആശാൻ ഒരു കാര്യം അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിനക്ക് എത്ര ശരിയായി? പിന്നെ 1 2 3 4 5 6 7 8 ക്വസ്റ്റ്യൻ. 10 എണ്ണത്തിൽ ഇവൻ 8 എണ്ണം ശരിയാക്കി. അപ്പൊ ഇവന് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. തീർന്നു. നിനക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ? ഞാൻ ചോദിക്കാതിരിക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് വേറൊരു വീഡിയോയിലായാലോ? എനിക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ ചെയ്യൂ. ടാറ്റ പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ കുവൈറ്റിൽ വരുമ്പോ വന്നിറങ്ങിയപ്പോ എന്നെ കാണാതിരുന്നപ്പോ പിന്നെ എന്നെ കണ്ടുമുട്ടിയപ്പോ നമ്മള് വന്ന വണ്ടിയുടെ നമ്പർ വണ്ടിയുടെ നമ്പറോ? അത് ഞാനെങ്ങനെ പറയാനാ? എല്ലാം ഓർത്ത് വെക്കാതെ. നമ്പറാണോ ചോദിക്കുന്നത്? ഫ്ലൈറ്റ് നമ്പർ അല്ല, പിന്നെ കാറിന്റെ നമ്പർ. കുവൈറ്റിൽ നിന്ന് നമ്മൾ ഇവിടം വരെ വന്നു. അത് ഞാൻ വിളിച്ച ടാക്സി. അതിന്റെ നമ്പർ ഞാൻ നോക്കുവോ? ടാക്സിയുടെ വേണ്ട. അത് കഴിഞ്ഞിട്ട് ടാക്സിന്ന് വന്നിട്ട് ഞാൻ വേറൊരാളെ വണ്ടി കയറിയായിരുന്നു. നീ ആ നമ്പർ വണ്ടിയുടെ നിങ്ങളുടെ മാനേജറിന്റെ അതെനിക്ക് അറിയത്തില്ല. ആ വണ്ടി എനിക്ക് എന്ത് കാണുന്നുണ്ട് ഇവിടെ എന്റെ അമ്മ പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ? വഴിയോ പോകുന്ന വണ്ടിയുടെ നമ്പർ ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാ? സ്വന്തം വണ്ടിയുടെ നമ്പർ സ്വന്തമായിട്ടൊരു കാറും ആക്റ്റീവ ഉള്ള പോളാ ഞാൻ. എനിക്ക് ആ വണ്ടിയുടെ നമ്പർ കട്ടോട്ട് പോയതല്ലേ നോക്കി. ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. എനിക്ക് ആ വണ്ടിയുടെ നമ്പർ അറിയില്ല. വേണമെങ്കിൽ ഒരു കുത്തിയോ സെറ്റിപ്പോ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ആദ്യമേ വീഡിയോ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ലൈഫ് ജേർണിയുമായിട്ട് ഇണങ്ങി ചേർന്ന വല്ലുവിന്റെ മാനേജറിന്റെ വണ്ടിയുടെ നമ്പർ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്നറിയോ? എന്റെ സ്ക്രീൻ ഓഫ് ആവുക. അതിന്റെ ടൈം ലാപ്സ് തിരിച്ചു വന്നിട്ട് നമ്മള് മണിമലയിലെത്തി. ഒരു റൗണ്ട് അബൌട്ട് ഞാൻ വേണേ പറഞ്ഞ തിരിച്ചു വന്ന് മണിമലയിലെത്തി. മണിമലയിലെത്തിയപ്പോ നീ ഒരു സാധനം കുടിക്കണോന്ന് പറഞ്ഞു.
സോഡ നാരങ്ങ വെള്ളമാണോ? അതൊന്നും ഞാൻ പറയത്തില്ല. കുടിക്കണോന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നേ ഞാൻ പറഞ്ഞുതരാം. ഇപ്പഴും നമ്മള് നേരെ കറങ്ങാൻ പോയി. നമ്മള് എനിക്ക് തോന്നുന്നു കൊടലല്ല ബീഫ് മേടിക്കാൻ അപ്പുറത്ത് പോയി. ഇത് എന്നത്തെ കാര്യം പറയുന്നത്? പൊൻകുന്നത്ത് പോയി. പെണ്ണ് കല്യാണം കഴിഞ്ഞ് അപ്പം ഫസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് പിറ്റേന്ന് നമ്മള് നേരെ നീ അവിടെ പോയി, അവിടെ കിട്ടിയില്ല. തിരിച്ച് വേറൊരു കടയിൽ പോയി, അവിടെ കിട്ടിയില്ല. ഇനിയിപ്പോ നീ ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു ക്ലൂ കൂടെ തരാം. നമ്മൾ ആദ്യം പോയത് പൊൻകുന്നത്ത് പോയിട്ട് അവിടുന്ന് ഞാൻ ചുമ്മാതെ കറങ്ങാൻ വേണ്ടി പൊൻകുന്നം വഴി തന്നെ നേരെ മണിമല ടച്ച് ചെയ്തു. മണിമല ഇങ്ങനെ വന്നിട്ട് നേരെ നിങ്ങളുടെ ചാമ്പപതാലിലോട്ട് പോകുന്ന ആ റോഡ് വന്നു. മറ്റേ ഡയറക്റ്റ് കയറി വരുന്നതല്ല, ഇൻഡയറക്റ്റ് വരുന്ന വഴി, നമ്മുടെ ഇടയ്ക്ക് കൂടെ വരുന്നതല്ല, അല്ലാതെ നേരെ. അപ്പൊ നീ ആദ്യത്തെ ഒരു കടയിൽ പോയപ്പോ നിനക്ക് അവിടെ നിന്ന് അത് കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് നീ കുടിച്ചില്ല. പിന്നെ രണ്ടാമത് കുടിക്കണമെന്ന് പറഞ്ഞ് അത് കുടിച്ചില്ല. ഒരു സാധനം മേടിക്കാൻ കയറി, കുടിക്കാനുള്ള ഒരു സാധനം മേടിക്കാൻ കയറി. എന്ത് സാധനമാണെന്ന് പറയാൻ പറ്റും? ഓർക്കുന്നുണ്ടെങ്കിൽ പറ. ഇല്ല, ഓർക്കുന്നില്ല. ചോക്കോബാർ. സത്യമായിട്ട് ചോക്കോബാർ. ഇല്ലെങ്കിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ആദ്യത്തെ ഒരു കടയിൽ പോയപ്പോ ചോക്കോബാറിന്റെ കട നമ്മുടെ കേരളത്തിൽ പോട്ടെ, കേരളത്തിൽ ഏത് ബേക്കറിയില്ല ചോക്കോബാറിന്റെ കള്ളി കള്ളത്തിൽ തോറ്റത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ആ നീണ്ട ഇടവേളയുടെ റീസൺ ഒക്കെ ഇൻഷാ അല്ലാഹ് വയ്യേ വരും. അപ്പൊ എല്ലാരും വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു. ഞാൻ സത്യസന്ധമായി പറഞ്ഞ ചോക്കോബാർ എന്നാ അതെങ്കിൽ അത് ബൈ.